ചന്തു ചന്തു വിട്. ചന്തു വേണ്ട. ചന്തു നീ അടങ്ങാൻ. ഞാൻ ഇവന്മാരെ ചവിട്ടി തേച്ച് ചുട്ടു വിളമ്പും. വിട് വിടാൻ ചന്തു വിടാൻ നിൽക്കാൻ. ചവിട്ടി പുറത്ത് വിടാൻ എന്നെ. ചന്തു അടങ്ങടാ. എന്താണ് ഇവിടെ എല്ലാത്തിനും തീറ്റ എല്ലുമേ കുത്താൻ തുടങ്ങി. അതെങ്ങനെയാ? സർക്കാർ തന്ന TV, ഇറച്ചി, മുട്ട എല്ലാം കൂടെ വിഴുങ്ങിട്ട് നിങ്ങളിപ്പോ കൂട്ടിക്കെട്ടി എല്ലാത്തിനും ഞാൻ പട്ടിണി കിടും. തന്നെ പോലുള്ളവരാ ഇതിനകത്ത് ഇങ്ങനത്തെ നാറുകൾക്ക് സൈഡ് നിൽക്കുന്നത്. ചന്തു വന്നപ്പത്തെട്ട് തുടങ്ങിയതാ നീ. നിനക്കൊരു എല്ല് കൂടുതലാന്ന് എല്ലാവർക്കും അറിയാം. മര്യാദക്ക് പോടാ. ആർക്കാടാ എന്റെ എല്ലെണ്ണാണല്ലോ ചങ്കൂറ്റുള്ളത്? ഒറ്റയ്ക്ക് പാടാ. ആരുടെ എല്ലാം കൂടുതലെന്ന് കാണിച്ചു തരാം. നാസറേ ഇവനെ കൊണ്ടുപോ. നടക്കടാ ചന്തു. എപ്പോഴും അടിയും വഴക്കും വക്കാണം. പാപ്പച്ച ഇവനൊന്ന് പിടിച്ചേ. നടക്ക് ചന്തു. ഇവന്മാരുടെ കൊടുക്കാൻ നിന്നല്ലേ നമ്മൾ നാറും. നീയൊക്കെ ഒരു നാൾ ഇതിനകത്തുനിന്ന് പുറത്തു വരും. അന്ന് ഈ തന്റെ ഇടം കാണിക്കണം കേട്ടോ പട്ടി. ചന്തു എന്റെ കാലിന്നേക്ക് 2 ദിവസമായി ഉളുക്കിയിട്ട് വേദന മാറണില്ലല്ലോ. എന്റെ ഭായി നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. കൊട്ടൻ ചുക്കാതിയോ ദണ്ഡന്തരം കുഴപ്പമിട്ടൊന്ന് പിടിക്ക്. എപ്പം പോയെന്ന് ചോദിച്ചാൽ മതി. എന്നതാ ജീവൻ പോയിന്നാണോ കാതറേ? അനക്ക് എന്തറിയാടാ കപ്പച്ചേട്ടാ? ഇത് ചികിത്സയാ, മർമാണി ചികിത്സ. എന്നാലത് കുറച്ച് ചന്തനായർക്ക് കൊടുക്ക്. എനിക്കറിയാം. അവസാനം അന്റെ തൊള്ള എന്റെ തൊണ്ടയ്ക്കേ പിടിക്കുന്നു. ഈ പാതിരാത്രിയില് ഇങ്ങനെ കുരുത്തം കെട്ട വർത്താനം പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്കടാ. ഇതല്ലേ നമ്മുടെ സ്വർഗം അല്ലടാ? അഹദോന്റെ തിരുനാമം ഒളിന്തിന്റെ സമയത്ത് ദുആ ചെയ്ത് കരം മുത്തി തെളിന്തോ റബ്ബേ. മനിതർ തഴമ്പുള്ള വിരിലെത്തി തടവിക്കൊണ്ടേ. അഗതോന്റെ തിരുനാമം ഒളിന്തിന്റെ സമയത്ത് പാട്ടും കൂത്തു അടിപിടി. നാസറേ നിനക്കൊരു പക്ഷെ നാളെ പോവാ. ഓർഡർ എത്തിയോ? അതൊക്കെ ശരിയാവും. നിന്നെപ്പോലെ ദിവസവും അടിയുണ്ടാക്കലല്ല. നാസറിനെ കണ്ട് പിടിക്ക്. ജയിലിലെ നല്ല ജീവിതം അതാണ് മാതൃക. അതിനാ ശിക്ഷയളവ് കിട്ടിയത്. നാസറേ കഴിഞ്ഞതൊക്കെ മറന്ന് ഒരു നല്ല ജീവിതം നയിക്കും. ശ്വാസം മുട്ടുക. ഇതിനകത്ത് കയറിയിട്ട് കാലം എത്ര ആയിരുന്നു ഒരൊറ്റ പിടിയും കിട്ടുന്നില്ല. ഭാര്യയും കുട്ടികളും ജീവിച്ചിരിപ്പുണ്ടോന്ന് തന്നെ അറിയില്ല. ഞാൻ അന്വേഷിക്കൂടൂ. എന്നിട്ട് ഇവിടെ വരും നിന്നെ കാണാൻ. എനിക്കറിയാം അവരെന്തെങ്കിലും എന്നെ കാണാൻ ഇവിടെ വരും. ഇനി നിങ്ങൾ ആരും ഇവിടെ വരണ്ട. ജയില് ഭൂമിയിലെ നരക. മോക്ഷം കിട്ടണൊരു ഇനി ഒരിക്കലും ഇവിടെ കാല് കുത്തരുന്ന എന്റെ പ്രാർത്ഥന. അതൊക്കെ നേരാ. നമ്മളൊക്കെ ഇവിടെ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളും കളവുകളും ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞു. പശ്ചാത്തപിച്ചു, വേദനിച്ചു. പക്ഷെ ഈ നാസർ ഭായ് ഇത്രയും കാലം എല്ലാം ഉള്ളിലൊതുക്കി പിടിച്ചു നിന്നു. അതല്ലേ സത്യം. പിന്നെ നിങ്ങളെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി ഞങ്ങളൊന്നും ചോദിച്ചില്ല. പോട്ടടോ, അത് നമുക്കിനി അറിയാൻ വേണ്ട. നമ്മൾ വർഷങ്ങൾ ചെലവഴിച്ച തടവറ. പരസ്പരം അറിയാതെ